ഞാനൊരു ജേർണലിസ്റ്റായി തുടങ്ങി, ഒരു ട്രെയിനി ജേർണലിസ്റ്റായി തുടങ്ങി. ഞാനൊരു ചാനലിൻ്റെ ഭൂരിപക്ഷം ഓഹരി ഉടമയായ ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ എനിക്ക് സാധ്യമായ രീതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ ടെലിവിഷൻ ചാനൽ. ഞാൻ 12 വർഷം ഒരു ടെലിവിഷൻ ചാനൽ സ്വന്തം നിലക്ക് നടത്തുകയും പിന്നീട് ഞാൻ എൻ്റെ ഓഹരി വിറ്റഴിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഓഹരി വിറ്റഴിക്കാൻ എടുത്ത തീരുമാനത്തിൻ്റെ അവസാനത്തെ കാരണം എന്ന് പറയുന്നത്, ഞാൻ അതും വിശദമായി പറയുന്നില്ല. സ്റ്റേറ്റ് ആദ്യം 3 കോടി രൂപയായിരുന്നു നെറ്റ്വർത്ത് ആയി ഒരു ടെലിവിഷൻ ചാനലിന് കാണിക്കേണ്ടിയിരുന്നത്. പിന്നീട് അത് 20 കോടി രൂപയാക്കി എന്നുള്ളതാണ്. 3 കോടിയാക്കി, പിന്നീട് 5 കോടിയാക്കി, പിന്നീട് 8 കോടിയാക്കി, പിന്നീട് 20 കോടിയാക്കി. 20 കോടി നെറ്റ്വർത്ത് കാണിക്കാൻ എൻ്റെ കുടുംബത്തിലില്ല എന്നുള്ളത് കൊണ്ടും എൻ്റെ കയ്യിലില്ല എന്നുള്ളത് കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അതുള്ള ആൾക്ക് വിറ്റഴിക്കുക എന്നുള്ളത് മാത്രമേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ചാനൽ ഒരു ദിവസം വെച്ച് കൂട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കോർപ്പറേറ്റുകൾ നടത്തിയാൽ മതി, ഇത് പണമുള്ളവർ നടത്തിയാൽ മതി, അവരെയാണ് കൈകാര്യം ചെയ്യാൻ എളുപ്പം എന്നുള്ളതാണ് നമ്മുടെ രാജ്യം മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമ നിർമ്മാണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ടെലിവിഷൻ ചാനലുകളും അതുപോലെ തന്നെ അച്ചടി മാധ്യമങ്ങളും എന്ന് പറയാൻ